എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സതീദേവിയുടെ ദേഹപരിത്യാഗവും പാർവതീദേവിയുടെ ജനനവും അതിനുശേഷം പാർവതീദേവിയുടെ തപസ്സും പിന്നീട് ശൂരപത്മാസുരൻ്റെയും ശിങ്കിടികളുടെയും ദുഷ്ടത്തരം, അവർ ദേവന്മാരെ ഉപദ്രവിച്ച ഭാഗം, മഹാദേവനെ കാണാനായി സനകാദികൾ എത്തുന്നതും മഹാദേവൻ അവർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതും, അതുപോലെ തന്നെ ദേവേന്ദ്രൻ തപസ്സനുഷ്ഠിക്കുന്നു, മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തുന്നു, മഹാദേവൻ ദേവേന്ദ്രനെ അനുഗ്രഹിക്കുന്നു, കുമാരജനനം ഉടൻ ഉണ്ടാകും എന്ന് പറയുന്നു. അതിനുശേഷം ദേവേന്ദ്രൻ ബ്രഹ്മദേവനെ കാണാൻ പോകുന്നു, ബ്രഹ്മദേവനോടൊത്ത് വൈകുണ്ഠത്തിൽ പോകുന്നു. അവിടെ വച്ച് മഹാവിഷ്ണു പറയുന്നു, എത്രയും പെട്ടെന്ന് ഭഗവാനിൽ മഹേശ്വരനിൽ കാമം ഉണർത്തണം, അതിനായി കാമദേവനെ നിയോഗിക്കണം. ഇത്രയും ഭാഗങ്ങൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കഥകളൊക്കെ വിസ്തരിച്ചു തന്നെ കേൾക്കണം. കാരണം ഞാനിപ്പോൾ പറഞ്ഞത് ഹെഡിങ്ങുകൾ മാത്രമാണ്. ഈ ഹെഡിങ്ങുകൾക്കകത്ത് ധാരാളം വിശേഷങ്ങളുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കണം. അതിനായി സ്കന്ദപുരാണം 2025 എന്ന ഒരു ഫോൾഡർ ഞാൻ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലേക്ക് ഈ ഭാഗങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നതുമാണ്. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് നാമം ജപിച്ചിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായപ്രകാരം ബ്രഹ്മദേവൻ മന്മഥനെ മനസ്സിൽ ധ്യാനിക്കുന്നു. ബ്രഹ്മദേവൻ ധ്യാനിച്ച ഉടൻ തന്നെ കാമദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പച്ചക്കിളികളെ പൂട്ടിയ തൻ്റെ തെന്നൽ രഥത്തിലാണ് കാമദേവൻ ബ്രഹ്മദേവനെ കാണാനായി എത്തിയത്. മന്മഥൻ ബ്രഹ്മദേവനെ നമസ്കരിച്ചു. താൻ മനസ്സിൽ ധ്യാനിച്ച ഉടൻ തന്നെ മന്മഥൻ എത്തിയത് അറിഞ്ഞിട്ട് ബ്രഹ്മദേവന് വലിയ സന്തോഷമുണ്ടാവുകയും ചെയ്തു. എന്തിനാണ് അങ്ങനെ സ്മരിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മന്മഥൻ ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, അല്ലയോ മന്മഥ, ദേവന്മാരും മഹർഷിമാരും അനുഭവിച്ചു പോരുന്ന തീരാ ദുരിതങ്ങൾക്ക് അറുതി വരുത്തേണ്ടുന്ന സമയമായിരിക്കുന്നു. നിന്റെ സഹായമുണ്ടെങ്കിൽ അവരുടെ യാതനകൾക്ക് എന്നേക്കുമായി ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ബ്രഹ്മദേവൻ ഇങ്ങനെ മന്മഥനോട് പറയുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങ് എന്താണ് പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അത്ഭുതത്തോടു കൂടി ആശ്ചര്യത്തോടു കൂടി കാമദേവൻ ബ്രഹ്മദേവനെ നോക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ വീണ്ടും പറയുകയാണ്, അതെ, ഇത് അങ്ങയുടെ നിയോഗമാണ്. അങ്ങ് കൈലാസത്തിൽ പോയിട്ട് അവിടെ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മൗനിയായി തപസ്സനുഷ്ഠിച്ചു വരുന്ന പരമേശ്വരൻ്റെ നേർക്ക് അങ്ങയുടെ പുഷ്പബാണങ്ങൾ അയച്ച് അദ്ദേഹത്തെ ഉണർത്തണം, അദ്ദേഹത്തിൽ കാമം ഉണർത്തണം. അപ്പോൾ അദ്ദേഹത്തിന് പാർവതീദേവിയിൽ അനുരാഗം ഉണ്ടാവുകയും തുടർന്ന് ശിവപാർവതി വിവാഹം നടക്കുകയും പിന്നീട് കുമാരൻ ജനിക്കുകയും ചെയ്യും.
ആ കുമാരന് മാത്രമേ നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ഈ ദുരിതമായ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുമാരജനനം അത് സാധ്യമാകണം. അതിന് അവിടുന്ന് സഹായിക്കണം എന്ന് ബ്രഹ്മദേവൻ മന്മഥനോട് പറയുന്നു. ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മന്മഥനാകെ പേടിച്ചു. എന്താണ് ബ്രഹ്മദേവൻ ഇങ്ങനെ പറയുന്നത്? പരമേശ്വരൻ്റെ നേർക്ക് ബാണങ്ങൾ അയക്കാൻ മാത്രം ധിക്കാരം തനിക്കുണ്ടാവുകയോ? അങ്ങനെ വന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ക്ഷിപ്രകോപിയാണ് ഭഗവാൻ. ഭഗവാൻ ശപിച്ചാൽ പിന്നെ എന്തു രക്ഷയാണ് തനിക്കുള്ളത്? ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് മന്മഥൻ. എന്നിട്ട് അദ്ദേഹം ബ്രഹ്മാവിനോട് പറയുകയാണ്, അല്ലയോ ബ്രഹ്മദേവ, ജ്ഞാനിയായ അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളാണ് ഇനി ഈ ഉള്ളവൻ പറയാൻ പോകുന്നത്. എന്നോടങ്ങ് പൊറുക്കണം. എനിക്കിത് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങെനിക്ക് പിതാവിന് സമനാണ്. എങ്കിലും ഇപ്പോൾ അങ്ങ് ആവശ്യപ്പെട്ട കാര്യം എനിക്ക് സാധിച്ചു തരാൻ സാധിക്കുകയില്ല. ദുഷ്കരമാണ്. എൻ്റെ ആയുധങ്ങളാണെന്നു കരുതി അഭിമാനിച്ചു പോരുന്ന കരിമ്പുവില്ലും പുഷ്പബാണവും ഉപയോഗിച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിനിൽ പോലും ഞാൻ അനുരാഗം ജനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മഹാവിഷ്ണു ശ്രീദേവിയെയും ഭൂമിദേവിയെയും വിവാഹം കഴിച്ചത്. അതുപോലെ അഹല്യാശാപത്തിന് കാരണക്കാരനാകുന്ന വിധം ദേവേന്ദ്രനിൽ കാമം ഉണ്ടാക്കിയതും ഞാൻ തന്നെയല്ലേ? ചന്ദ്രൻ്റെ മനസ്സിളക്കി ഗുരുപത്നിയിൽ അവന് താൽപ്പര്യമുണർത്തിയതും ബുധൻ എന്ന പുത്രന് ജന്മം നൽകുന്നതിനും കാരണക്കാരനായതും ഞാൻ തന്നെ. എൻ്റെ ബാണങ്ങളേറ്റു 3 ലോകങ്ങളിലും മനസ്സ് ചഞ്ചലമാകാത്ത ആരാണുള്ളത്? ബ്രഹ്മജ്ഞാനം നേടി എന്ന് അഭിമാനിച്ചിരുന്ന വസിഷ്ഠൻ, മരീചി, അഗസ്ത്യൻ, അത്രി, ഗൗതമൻ, കശ്യപൻ തുടങ്ങിയ എത്രയെത്ര മഹർഷിമാരെയാണ് തൽക്കാലത്തേക്കെങ്കിലും ചഞ്ചലചിത്തരാക്കുവാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് സാധിക്കില്ല ബ്രഹ്മദേവ, എന്നോട് ക്ഷമിക്കണം എന്ന് തൊഴുകൈയോടുകൂടി മന്മഥൻ ബ്രഹ്മാവിനോട് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് മന്മഥൻ ബ്രഹ്മദേവൻ പറഞ്ഞ ഈ കർത്തവ്യത്തിൽ നിന്ന്, ബ്രഹ്മദേവൻ നിയോഗിച്ച ഈ കർത്തവ്യത്തിൽ നിന്ന് മാറാനായി ശ്രമിക്കുന്നു. പക്ഷേ ബ്രഹ്മദേവൻ സമ്മതിക്കുന്നില്ല. വീണ്ടും വീണ്ടും ബ്രഹ്മദേവൻ മന്മഥനെ നിർബന്ധിക്കുന്നു. ഒരു തരത്തിലും മന്മഥൻ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഭീഷണി തന്നെ ബ്രഹ്മദേവൻ എടുക്കുകയാണ്. ബ്രഹ്മദേവൻ പറയുകയാണ്, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ ഇത് ചെയ്തില്ലെങ്കിൽ ദേവന്മാർക്കെല്ലാവർക്കും മഹർഷിമാർക്കും എല്ലാവർക്കും ദോഷമുണ്ടാകും. അതിൻ്റെ ദുഷ്പേര് നിനക്കുണ്ടാകും. നിന്റെ ഉത്തരവാദിത്തമാണ്. വൃതാസുരൻ എന്ന അസുരനെ വധിക്കുവാൻ ദിദീചി എന്ന മഹർഷി തൻ്റെ നട്ടെല്ല് വരെ ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ത്യാഗികളുടെ നാടാണ് നമ്മുടേത്. ആ നിലയിൽ അങ്ങയുടെ കടമ നിർവഹിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷത്തിന് കാരണമാകും. ഒരുപക്ഷെ മഹേശ്വരൻ തന്നെ അങ്ങയെ ശപിച്ചേക്കും എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവൻ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടുകൂടി തന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ഭാരിച്ച ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കാമദേവൻ ബോധവാനായി. എങ്കിലും താൻ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തിയെപ്പറ്റി ഓർക്കുമ്പോൾ കാമദേവന് ഭയം ഇരട്ടിച്ചു. ഇനി എന്തു ചെയ്യാൻ സാധിക്കും? മഹാദേവൻ്റെ ശാപമേറ്റ് മരിക്കാനാണ്
തൻ്റെ വിധിയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, അല്ലാതെ മറ്റു നിവർത്തിയില്ലല്ലോ എന്നൊക്കെ കരുതി കാമദേവൻ കൈലാസത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മന്മഥൻ തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. കരിമ്പുവില്ലും പഞ്ചശരങ്ങളുമെടുത്ത് തൻ്റെ ഉടവാളായ കൈതപ്പൂവും അരയിൽ ഉറപ്പിച്ച് പച്ചക്കിളികളെ പൂട്ടിയ തെന്നൽ രഥത്തിൽ കാമദേവൻ കയറി. ചന്ദ്രനെ വെൺകൊറ്റക്കുടയായി ചൂടിയും പരിവാരങ്ങളെ പിന്നിൽ ഇരുത്തിയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന കാമനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ രതീദേവി അത്ഭുതപ്പെട്ട് ചോദിച്ചു, അങ്ങ് എവിടേക്കാണ് തിടുക്കത്തിൽ പോകുന്നത്? രതീദേവിയുടെ ചോദ്യം കേട്ടപ്പോൾ മന്മഥൻ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു തന്നെ രതീദേവിയോട് പറഞ്ഞു. രതീദേവി കരയാൻ തുടങ്ങി. അങ്ങ് എന്താണ് ചെയ്യുന്നത്? പറ്റില്ല എന്ന് ബ്രഹ്മദേവനോട് പറയാൻ സാധിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. കാമദേവൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു. അതോടുകൂടി രതീദേവിയും കൂടി കാമദേവൻ്റെ കൂടെ വരാം എന്ന് പറയുകയും എന്തു വന്നാലും നമുക്കത് ഒരുമിച്ച് അനുഭവിക്കാം എന്ന നിലയിൽ പറയുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് കൈലാസത്തിലേക്ക് പോയത്. കൂടെ വന്ന പരിവാരങ്ങളെയെല്ലാം താഴ്വരയിൽ നിർത്തിയിട്ട് പത്നിയോടൊപ്പം രഥത്തിൽ നിന്നിറങ്ങിയ മന്മഥൻ കരിമ്പും വില്ലും പുഷ്പശരങ്ങളുമേന്തി കൈലാസ ശൃംഗത്തിലേക്ക് നടന്നാണ് പോയത്. കൈലാസത്തിൽ മഹാദേവൻ തപസ്സനുഷ്ഠിക്കുന്നതുകൊണ്ട് കൈലാസം മുഴുവനും മൂകമായിരുന്നു. മഹാദേവൻ്റെ തപസ്സിന് ഭംഗം വരുത്തുന്ന യാതൊരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടു പോലും അവിടെ മൂളി പറക്കുന്നുണ്ടായിരുന്നില്ല. പുഷ്പങ്ങൾ പൂത്തിരുന്നില്ല, ചെടികൾ കായ്ച്ചിരുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ശബ്ദങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷികൾ പാടുകയോ മാൻകൂട്ടങ്ങൾ തുള്ളിക്കളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എങ്ങും നിശബ്ദത മാത്രമായിരുന്നു. അങ്ങനെ കാമദേവനും രതീദേവിയും കൈലാസത്തിൽ എത്തിച്ചേർന്നു. എന്തും വരട്ടെ എന്നു കരുതി തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ കാമദേവൻ തീരുമാനിക്കുന്നു. വിറപൂണ്ട കൈകൾ കൊണ്ട് കരിമ്പു വില്ലു കുലച്ചു കാമദേവൻ. ആവനാഴിയിൽ നിന്ന് മലർശരങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് പ്രകൃതിയിലേക്ക് അയച്ചു. അതോടുകൂടി ചെടികളും മരങ്ങളും പൂത്തുലഞ്ഞു. എങ്ങും കരിവണ്ടുകളുടെ മൂളൽ കേൾക്കാൻ തുടങ്ങി. പൂച്ചെടികൾ കൊണ്ടുള്ള മനോഹരമായ ഉദ്യാനങ്ങൾ അവിടെ ഉണ്ടായി. ആ ഉദ്യാനങ്ങളിലുള്ള മരങ്ങളിൽ ധാരാളം പക്ഷികൾ വന്നിരുന്ന് അവർ മധുരമായി പാടി. അവിടെ മാനുകൾ വന്നു. ആ മാനുകൾ തുള്ളിക്കളിച്ചു. അങ്ങനെ പ്രകൃതി ഉണരുകയാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം കൈലാസത്തെ ഉണർത്തി. കൈലാസത്തിൽ മഹേശ്വരന് കാവൽ നിൽക്കുകയാണ് നന്ദി. പ്രകൃതിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ നന്ദിക്ക് ഭയമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതെല്ലാം കാമദേവൻ്റെ പണിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ അദ്ദേഹം കോപത്തോടു കൂടി തൻ്റെ കയ്യിലിരുന്ന ദണ്ഡ് ചുഴറ്റി ശബ്ദം പുറപ്പെടുവിച്ചു. അതു കേട്ടതും പ്രകൃതി പോലും പെട്ടെന്ന് നിശ്ചലമായിപ്പോയി. പക്ഷികളും മൃഗങ്ങളുമെല്ലാം ഭയന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും കൈലാസം മൂകമായി. മന്മഥൻ്റെ പുഷ്പശരം നന്ദികേശൻ്റെ ഉഗ്രകോപത്തിനു മുമ്പിൽ ശക്തി ക്ഷയിച്ച് ആവനാഴിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷേ കാമദേവൻ എന്തും വരട്ടെ എന്നു കരുതി ആലില പോലെ വിറച്ചുകൊണ്ട് നന്ദീശ്വരൻ്റെ പാദങ്ങളിൽ അഭയം തേടി. തുടർന്ന് എന്തിനാണ് താനിങ്ങനെ ചെയ്തത്?
തന്നെ ആരാണ് നിയോഗിച്ചത് എന്നുള്ള കാര്യമൊക്കെ സങ്കടപ്പെട്ട് തൊഴുകൈയോടുകൂടി നന്ദിയോട് പറയുന്നു. ധർമ്മസങ്കടത്തിൽപ്പെട്ട് വലയുന്ന കാമദേവൻ്റെ ആ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ നന്ദി അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. നന്ദിയോട് സകല വിവരങ്ങളും കാമദേവൻ പറയുന്നു. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല, ദേവരക്ഷയ്ക്കും ലോകരക്ഷയ്ക്കും ഇത് മാത്രമേ മാർഗമുള്ളൂ, തന്നെ ദേവന്മാരെല്ലാവരും കൂടി നിയോഗിച്ചതാണ്, എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നൊക്കെ കാമദേവൻ നന്ദിയോട് പറയുന്നു. അങ്ങനെ നന്ദിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അതോടുകൂടി പശ്ചിമദ്വാരത്തിൽ കൂടി കൈലാസത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവാൻ അദ്ദേഹം കാമദേവനെ അനുവദിച്ചു. അങ്ങനെ നന്ദിയോട് നന്ദിയുമൊക്കെ പറഞ്ഞ് രതീദേവിയുമൊത്ത് തൻ്റെ ഉദ്യമം വിജയിപ്പിക്കുന്നതിനായി അദ്ദേഹം പശ്ചിമ ദ്വാരത്തിലൂടെ കൈലാസത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴും മന്മഥൻ ഭയക്കുന്നുണ്ട്. വിറച്ചു വിറച്ചാണ് പോകുന്നത്. പക്ഷേ മറ്റു മാർഗമില്ല, ഇത് മാത്രമേ തനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ചിട്ടാണ് കാമൻ പോകുന്നത്. അങ്ങനെ കാമൻ ശിവസന്നിധിയിൽ എത്തിച്ചേരുകയും കരിമ്പു വില്ല് കുലച്ച് പുഷ്പശരങ്ങൾ ഓരോന്നോരോന്നായി ഭഗവാന്റെ പാർശ്വഭാഗം ലക്ഷ്യമാക്കി തൊടുത്തുവിടുകയും ചെയ്തു. തൻ്റെ ആവനാഴിയിലുണ്ടായിരുന്ന സകല മോഹനാസ്ത്രങ്ങളും ലക്ഷ്യം പിഴയ്ക്കാതെ ഭഗവാന്റെ തിരുമാറിൽ തന്നെ പതിക്കുന്നത് കണ്ടപ്പോൾ കാമദേവൻ ചിരിച്ചു. അതോടുകൂടി മഹേശ്വരൻ്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം സംഭവിക്കുകയും ചെയ്തു. തൻ്റെ തപസ്സിന് ഭംഗം സംഭവിച്ചിരിക്കുന്നതിന് കാരണം എന്തെന്നറിയാൻ ഭഗവാൻ തൃക്കൺ തുറന്നു. 1000 സൂര്യന്മാരുടെ ചൂടും ചൂരും ആവാഹിച്ച ആ തിരുനെറ്റിയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ച അഗ്നിസ്ഫുലിംഗങ്ങളേറ്റ് കാമദേവൻ്റെ ശരീരം പെട്ടെന്ന് തന്നെ കർപ്പൂര കട്ട പോലെ കത്തിയെരിഞ്ഞു. അതോടുകൂടി കൈലാസം മുഴുവനും കറുത്ത പുക കൊണ്ട് മൂടി. അങ്ങനെ കാമദേവൻ കത്തിയെരിഞ്ഞു. കാമദേവൻ കത്തിയെരിഞ്ഞതോടുകൂടി മറ്റൊരു ദോഷം സംഭവിച്ചു. കാരണം പ്രപഞ്ചത്തെ നിയന്ത്രിച്ചിരുന്ന കാമം എന്ന വികാരം ഒരു പിടി ചാരമായി തീർന്നിരിക്കുന്നു. ക്ഷുദ്രജീവികളെക്കാൾ അപകടമേറിയതാണ് കാമം അഥവാ മോഹം എന്ന വികാരം. ഈ കാമത്തെയാണ് ഭഗവാൻ ദഹിപ്പിച്ചു കളഞ്ഞത്. ലോകത്തിലെ ഏത് ആയുധത്തെക്കാളും ശക്തി ഏറിയതാണ് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് വരുന്ന അഗ്നിജ്വാലകൾ. അങ്ങനെ കാമദേവൻ്റെ ദൗത്യം പരാജയപ്പെട്ടതും അദ്ദേഹം ശിവകോപത്തിന് ഇരയായതും അങ്ങനെ കാമദേവൻ ദഹിച്ചു പോയതും ആരറിയുന്നു? ദേവന്മാർ അറിയുന്നു. അവർ ഭയന്നു. കേവലം കാമബാണങ്ങൾ കൊണ്ട് പരാശക്തിയായ ഭഗവാനെ ബന്ധിക്കാം എന്നു ചിന്തിച്ച ദേവന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു കാമദേവൻ്റെ ദഹനം. രതീദേവിയെ പക്ഷേ ഭഗവാൻ ഒന്നും ചെയ്തില്ല. രതീദേവി കരയാൻ തുടങ്ങി. തൻ്റെ ഭർത്താവിന് വന്ന ദുർവിധിയോർത്ത് രതീദേവി കരഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരൻ ബ്രഹ്മദേവനാണെന്നും ദേവന്മാർക്ക് വേണ്ടി അദ്ദേഹമാണ് ഈ ക്രൂരത ചെയ്തത് എന്നുമൊക്കെ പറഞ്ഞാണ് രതീദേവി കരയുന്നത്. അങ്ങനെ ദേവന്മാരെ കുറ്റപ്പെടുത്തുന്നു രതീദേവി. കരഞ്ഞു തളർന്നു നിന്ന രതീദേവിയെ കണ്ടപ്പോൾ നന്ദിക്ക് വളരെയധികം ദുഃഖം തോന്നുകയും നന്ദികേശൻ ദേവിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, എല്ലാ കാര്യങ്ങൾക്കും പുറകിൽ ഒരു കാരണമുണ്ട്. ഇതെല്ലാം പരമാത്മാവായ ഭഗവാന്റെ ഇച്ഛയാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് ഭഗവാന്റെ ഓരോ തീരുമാനങ്ങളും. ചിലപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല.
എല്ലാ കാര്യങ്ങളും പലപ്പോഴും പരമരഹസ്യമായിരിക്കും. എങ്കിലും എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം ലോകരക്ഷയ്ക്ക് മാത്രം ആണ് എന്ന് അവിടുന്ന് അറിയുക. എല്ലാം ഭഗവാൻ നിശ്ചയിച്ച രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ദേവി പരമേശ്വരനെ അഭയം പ്രാപിക്കുക. അദ്ദേഹം തീർച്ചയായിട്ടും അവിടുത്തെ ഭർത്താവിന് പുനർജന്മം നൽകി അനുഗ്രഹിക്കും. അതോടുകൂടി അവിടുത്തെ വൈധവ്യം മാറുകയും ചെയ്യും. അങ്ങനെ രതീദേവി നന്ദിയുടെ വാക്കുകൾ അനുസരിച്ച് മഹാദേവനെ ധ്യാനിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ രതീദേവി തപസ് അനുഷ്ഠിക്കുകയാണ് ഭർത്താവിന് പുനർജന്മം കിട്ടുന്നതിനായിട്ട്. മന്മഥൻ എന്ന ദേവനെ ഉപയോഗിച്ചിട്ട് ശങ്കരഭഗവാന്റെ മനസ്സിൽ കാമം ഉണർത്തി ഭഗവാനെ പരാശക്തിയുടെ അവതാരമായ പാർവതീദേവിയിൽ അനുരക്തനാക്കാം എന്നുള്ള ചിന്ത, ദേവന്മാരുടെ ചിന്ത, അതോടുകൂടി കുമാരജനനം ഉണ്ടാകും എന്നുള്ള ചിന്ത അങ്ങനെ കരുതിയിരുന്ന ദേവന്മാർക്ക് കാമദേവൻ്റെ ദഹനം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവിഹിതമായ മാർഗങ്ങൾ തേടുന്നവർ ആരായാലും അവർ സർവേശ്വര സന്നിധിയിൽ മൃത്യു എന്ന വിധി അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ കാമദേവൻ്റെ അനുഭവം. എന്നാൽ ഭക്തിമാർഗത്തിലൂടെ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് ഇഷ്ടകാര്യം നേടിയെടുത്തിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു വിധി ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അതിനു പകരമായി ദേവന്മാരെന്താണ് ചെയ്തത്? വളഞ്ഞ വഴി, അതായത് വളരെ മ്ലേച്ഛമായ ഒരു വഴി തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഭഗവാനെ ജയിക്കാം എന്ന് കരുതുകയും ചെയ്തു. അതിൻ്റെ തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായത്. കാമദേവൻ്റെ ഈ അനുഭവം ദേവന്മാർക്ക് വലിയ തിരിച്ചറിവാണ് ഉണ്ടാക്കിക്കൊടുത്തത്. അതോടുകൂടി അവർ വിവേകികൾ ആയിത്തീരുകയും അങ്ങനെ ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും എല്ലാവരും കൂടി കൈലാസത്തിൽ എത്തിച്ചേരുകയും ഭഗവാനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹൃദയവിശുദ്ധിയോടുകൂടിയുള്ള ദേവന്മാരുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ മഹാദേവൻ തപസ്സിൽ നിന്ന് ഉണരുകയും തന്നെ കാണാൻ വന്നു നിൽക്കുന്ന ദേവന്മാരെ എല്ലാവരെയും വളരെ കരുണയോടുകൂടി വീക്ഷിക്കുകയും ചെയ്തു. ദേവന്മാർ അവർ അറിയാതെ ചെയ്തു പോയ തെറ്റ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ മാപ്പ് ഇരക്കുകയും ചെയ്തു. ഇവിടെ മന്മഥനോട് ഈ കാര്യം ചെയ്യാൻ പറയാനായിട്ട് ബ്രഹ്മദേവനെ നിയോഗിച്ചതാരാണ്? ബ്രഹ്മദേവനോട് പറഞ്ഞതാരാണ്? മഹാവിഷ്ണുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മഹാവിഷ്ണുവിനറിയാം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് പിന്നീട് ആര് ജനിച്ചത്? ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മകനായി പ്രദ്യുപ്നൻ ജനിച്ചത്. പ്രദ്യുപ്നൻ ആരാണ്? കാമദേവനാണ്. പ്രദ്യുപ്നൻ കാമദേവൻ്റെ പൂർണ്ണമായ അവതാരമാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു ഇങ്ങനെയൊരാവശ്യം ബ്രഹ്മദേവനോട് പറഞ്ഞത്. ഇവിടെ കൈലാസത്തിൽ ദേവന്മാർ മാപ്പപേക്ഷിക്കുകയാണ്. ബ്രഹ്മദേവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യം വിസ്തരിച്ചു തന്നെ മഹാദേവനോട് പറയുകയും ചെയ്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് ദേവന്മാരുടെ ദുഃഖം അകറ്റണം, അതിനുള്ള സമയമായിരിക്കുന്നു എന്ന് മഹാദേവന് തോന്നുകയും എത്രയും പെട്ടെന്ന്
കുമാരൻ്റെ ജനനത്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് ദേവന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടേക്ക് രതീദേവി എത്തിച്ചേരുന്നു. തൻ്റെ ഭർത്താവിന് പുനർജന്മം നൽകണം എന്ന് രതീദേവി മഹേശ്വരനോട് അപേക്ഷിക്കുന്നു. താൻ ഹിമവാന്റെ പുത്രിയായ പാർവതിയെ വിവാഹം ചെയ്യുന്ന ധന്യമായ മുഹൂർത്തത്തിൽ കാമദേവന് പുനർജന്മം ലഭിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തു. അതോടെ തൻ്റെ വിരഹത്തിന് വിരാമമേകുന്ന ആ പുണ്യനാൾ വന്നെത്തുന്നതുവരെ കൈലാസത്തിൽ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തപസ്സനുഷ്ഠിക്കുവാൻ രതീദേവി തീരുമാനിക്കുന്നു. അതോടെ ദേവന്മാർക്കെല്ലാം ചെറിയ ആശ്വാസം ആവുകയും ചെയ്തു. ഭഗവാൻ ഇപ്പോൾ തപസ്സിൽ നിന്ന് ഉണർന്നിരിക്കുന്നു. അവിടെ ഹിമാലയത്തിൽ മഹാദേവി മഹേശ്വരനെ പതിയായി ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുകയാണ്. പാർവതീദേവിയെ ഒന്ന് പരീക്ഷിക്കണം എന്ന് മഹാദേവൻ തീരുമാനിക്കുന്നു. അങ്ങനെ മഹാദേവൻ ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഹിമാലയത്തിൽ എത്തിച്ചേരുകയാണ്. വേച്ചു നടന്നാണ് ആ വൃദ്ധനായ ബ്രാഹ്മണൻ പാർവതീദേവി തപസ്സനുഷ്ഠിക്കുന്ന ആ പർണശാലയിലേക്ക് എത്തുന്നത്. പ്രായം കൊണ്ട് നടക്കാൻ സാധിക്കാത്ത ആ ശിവയോഗിയെ കണ്ട് പാർവതീദേവിയുടെ സഖിമാർ ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നു. അവർ അദ്ദേഹത്തെ പർണശാലയുടെ തണലിൽ ഒരു പീഠത്തിൽ ഇരുത്തി അദ്ദേഹത്തിനു വേണ്ട ശുശ്രൂഷകൾ എല്ലാം ചെയ്തതിനു ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഇവിടേക്ക് വന്നത് എന്ന് ഈ സഖിമാർ ചോദിക്കുന്നു. അപ്പോൾ ഹിമവാന്റെ പുത്രി പാർവതി ശിവനെ മനസ്സിൽ ധ്യാനിച്ച് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തപസ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ടാണ് താൻ വരുന്നത് എന്നും ആ കന്യകയുടെ വൈഭവം, തപസ്സിലുള്ള വൈഭവം ഒന്ന് നേരിൽ കാണാനും ദേവിയോട് നേരിൽ ചിലത് സംസാരിക്കാൻ വേണ്ടിയുമാണ് ഞാൻ വന്നത് എന്ന് ഈ സഖിമാരോട് ഈ വൃദ്ധ ബ്രാഹ്മണൻ പറയുന്നു. എന്നിട്ട് ദേവിയെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നുകൂടി പറയുന്നു. വൃദ്ധബ്രാഹ്മണൻ ഒരു ശിവഭക്തനാണെന്നും അയാൾ ദേവിയെ കണ്ട് ചില കാര്യങ്ങൾ പറയാൻ എത്തിയിരിക്കുന്നതാണ്, അതുകൊണ്ട് ദേവി അദ്ദേഹത്തെ കാണണം എന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ തോഴിമാർ പർണശാലയ്ക്കുള്ളിൽ ചെന്ന് ദേവിയോട് പറയുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ പർണശാലയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദേവി തോഴിമാരോട് പറയുന്നു. അങ്ങനെ ഈ വൃദ്ധബ്രാഹ്മണൻ പർണശാലയുടെ ഉള്ളിലേക്ക് കടക്കുകയും പാർവതീദേവിയെ കാണുകയും ചെയ്യുന്നു. പാർവതീദേവി എഴുന്നേറ്റ് ആ വൃദ്ധബ്രാഹ്മണനെ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ഈ വൃദ്ധബ്രാഹ്മണൻ പറയുകയാണ്, ഞാൻ ദേവിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത്ര ചെറുപ്രായത്തിലെ അവിടുന്ന് എന്തിനാണ് ഈ വിധം തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ മഹേശ്വരനെ പതിയായി ലഭിക്കണം എന്നുള്ള മോഹത്താലാണ് ഞാൻ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് മഹേശ്വരി ഈ വൃദ്ധബ്രാഹ്മണനോട് പറയുന്നു. ഉടൻ തന്നെ ഈ വൃദ്ധബ്രാഹ്മണൻ പാർവതീദേവിയെ കളിയാക്കുകയാണ്. എന്ത് വിഡ്ഢിത്തമാണ് ദേവി ഈ പറയുന്നത്? ശിവനെ ദേവി കണ്ടിട്ടുണ്ടോ? എത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് ശിവൻ ജീവിക്കുന്നത് എന്ന് ദേവിക്കറിയാമോ? നേരെ ചൊവ്വേ വസ്ത്രം പോലും ഉടുക്കില്ല, നല്ല ആഭരണങ്ങൾ ധരിക്കില്ല, പുലിത്തോലാണ് ഉടുത്തുകൊണ്ടിരിക്കുന്നത്, പാമ്പിനെയാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. ഇത്രയും സുന്ദരിയായ ദേവി അങ്ങനെയുള്ള ആ ശിവനെയാണോ ആഗ്രഹിക്കുന്നത്? എപ്പോഴും ശ്മശാനത്തിലാണ് കിടപ്പ്. അങ്ങനെയുള്ള അയാളെ എന്തിനാണ് ദേവിക്ക്? അവിടുത്തെ പിതാവിനോടൊന്ന് പറഞ്ഞാൽ പോരെ?
എത്രയെത്ര മിടുക്കന്മാരെ അവിടത്തേക്ക് ഭർത്താവായി കൊണ്ടുവന്ന് തരും. അങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിലാണോ ദേവി ഇപ്രകാരം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പാർവതി ദേവിയെ അങ്ങ് പരിഹസിക്കുകയാണ്. അതുകൂടാതെ ശിവനെ നിന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവന്മാർക്ക്, അതായത് മറ്റു ദേവന്മാർക്ക് എത്രയോ മനോഹരങ്ങളായ വാഹനങ്ങൾ ഉണ്ടെന്നും അവരെത്ര ഭംഗിയായിട്ടാണ് വസ്ത്രം ധരിക്കുന്നതെന്നും ഇവിടെ ഒരു മുതുക്കൻ കാളയുടെ പുറത്തു കയറി ഈ ഭൂതങ്ങളുടെ കൂടെ ഇങ്ങനെ ഭസ്മമൊക്കെ വാരിപ്പൂശി കഴുത്തിൽ പാമ്പിനെയൊക്കെ ധരിച്ച് ഇങ്ങനെ നടക്കുന്ന ആ ശിവനെ ദേവിക്ക് എന്തിനാണ് ഉപേക്ഷിക്കൂ, ഈ തപസ് മതിയാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ വൃദ്ധ ബ്രാഹ്മണൻ പാർവതി ദേവിയെ പരീക്ഷിക്കുന്നു. തന്നെ എത്ര പരിഹസിച്ചാലും ദേവിക്ക് കുഴപ്പമില്ല. പക്ഷേ ശിവനിന്ന അത് ദേവിക്ക് കേട്ടുകൊണ്ടിരിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ദേവി 2 കൈകൊണ്ടും തൻ്റെ ചെവി പൊത്തിപ്പിടിച്ചു. തന്നേക്കാൾ വളരെ പ്രായമായ ഒരു വൃദ്ധ ബ്രാഹ്മണനാണ്. അതുകൊണ്ട് അധികം കടുത്ത വാക്കുകൾ ദേവിക്ക് പറയാനും സാധിക്കുകയില്ല. എന്നിട്ടും ദേവി ദേഷ്യപ്പെട്ടിട്ട് ദക്ഷ പ്രജാപതിയുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ഇത്രയും പ്രായമായ ഒരു വൃദ്ധ ബ്രാഹ്മണനല്ലേ? പക്ഷേ ഇത്രയും പ്രായമായിട്ടും നിങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെയൊന്നും നിങ്ങൾ ശിവനിന്ദ ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണർ ഇത്ര അജ്ഞാനികളായി പോയല്ലോ. മഹാദേവനെ നിന്ദിച്ചാൽ എന്താണ് ഫലം എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പാർവതി ദേവി അല്പം ദേഷ്യപ്പെട്ട് തന്നെ ഈ വൃദ്ധ ബ്രാഹ്മണനോട് സംസാരിക്കുന്നു. ഉടൻ തന്നെ ഈ വൃദ്ധ ബ്രാഹ്മണൻ ദേവിയോട് പറയുകയാണ്, ദേവി കോപിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ദേവിയുടെ ക്രോധമാണ് ദേവിക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നത്. അതുകൊണ്ട് ത്രിലോക സുന്ദരികളേക്കാൾ സുന്ദരിയായ ദേവിയെ ഞാൻ വിവാഹം കഴിക്കാം. ശിവൻ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ വിവാഹം കഴിക്കുന്നതാണ് എന്നുകൂടി ഈ ബ്രാഹ്മണൻ പറയുകയാണ്. അതോടുകൂടി പാർവതി ദേവിക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമായി. അതോടുകൂടി ദേവി ദേഷ്യപ്പെടുകയാണ്. ഇയാളോട്, ഈ വൃദ്ധ ബ്രാഹ്മണനോട് പർണശാലയ്ക്ക് പുറത്തു പോകുവാൻ ദേവി ആജ്ഞാപിച്ചു. അതോടുകൂടി മഹാദേവന് സന്തോഷമായി. കാരണം ദേവിക്ക് തന്നോടുള്ള ആ സ്നേഹവും ഭക്തിയും ഒന്ന് മനസ്സിലാക്കണം എന്ന ഒരു ചിന്ത കൂടി ഭഗവാനുണ്ടായിരുന്നു. അങ്ങനെ ശങ്കരൻ ശിവയോഗി വേഷം വെടിയുകയും സാക്ഷാൽ ത്രിലോകനാഥനായ ഭഗവാന്റെ യഥാർത്ഥ വേഷത്തിൽ ഭഗവതിക്ക് മുമ്പിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. ഭൂതഗണങ്ങളാൽ സേവിതനായി, ഋഷഭവാഹനത്തിൽ ആരൂഢനായി തനിക്ക് മുമ്പിൽ ദർശനമരുളിയ തൻ്റെ ഇഷ്ടപുരുഷനെ കണ്ടപ്പോൾ ദേവിക്കുണ്ടായ ആ വികാരത്തെ എങ്ങനെയാണ് നമുക്ക് വർണ്ണിക്കുവാൻ സാധിക്കുന്നത്? ആനന്ദം കൊണ്ട് ദേവിയുടെ കണ്ണുകൾ വിടർന്നു. ദേവിയുടെ ഹൃദയം തുടിച്ചു. ആ ഗിരിജാ കന്യകയുടെ ഹൃദയത്തിൽ, മനസ്സിൽ 1000 മോഹന മയൂരങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടി. ദേവിയുടെ ആ പൂമേനി മെല്ലെ വിറപൂണ്ടു. നനച്ചിരിക്കാതെ കൈവന്ന ആ ഭാഗ്യം, ആ സൗഭാഗ്യം, അതിൽ മതിമറന്ന് പാർവതീദേവി ഒരു നിമിഷം അനങ്ങാതെ നിന്നുപോയി. ഒടുവിൽ താൻ കാണുന്നത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് ദേവി തിരിച്ചറിഞ്ഞ് ഭഗവതി സർവേശ്വര പാദങ്ങളെ പ്രണമിച്ച് തൊഴുത് നിന്നു. ഏതൊരു ദിവ്യരൂപത്തെ പ്രസാദിപ്പിക്കുവാനാണോ താൻ ഇത്രയും കാലം തപസ്സനുഷ്ഠിച്ചത്, ആ മഹേശ്വരൻ ഇപ്പോൾ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദേവിക്ക് മഹാദേവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധിച്ചില്ല. ദേവിക്ക് നാണം വന്നു. ലജ്ജിതയായി ദേവി തല കുനിച്ചു. എല്ലാം അറിയുന്നവനാണ് ശങ്കരൻ. എങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ തൻ്റെ മുമ്പിൽ അഭിനയിച്ചു നിന്നല്ലോ. ആ ശങ്കരനെയാണല്ലോ
ഞാൻ ഇത്രയും നേരം വഴക്കു പറഞ്ഞത് എന്നൊക്കെ ഓർത്ത് ദേവി വിഷമിക്കുകയും ചെയ്തു. മഹേശ്വരൻ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കും എന്ന് പാർവതീദേവിക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നിട്ട് ഭഗവാൻ കൈലാസത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അതോടുകൂടി ദേവി തൻ്റെ വ്രതം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നു. അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടുകൂടി പർണശാലയിൽ എത്തുകയും മകളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇനി മഹാദേവൻ്റെയും ശ്രീ പാർവതിയുടെയും വിവാഹമാണ്. അതിനുശേഷമാണ് മുരുകദേവൻ്റെ കുമാരൻ്റെ ജനനം. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ദേവരക്ഷയ്ക്കായി കുമാരൻ ജനിക്കാൻ പോകുന്നു. മഹേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും വിവാഹം നടക്കാൻ പോകുന്നു. ആ മനോഹരമായ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. ആ കഥകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.